കോഴിക്കോട് ഫറൂഖ് കോളേജിന്റെ പേർക്ക് ആധാരം ചെയ്തു കൊടുത്ത വസ്തു ആധാരത്തിന്റെ സാധുത അല്ലെങ്കിൽ അത് വഖഫ് ചെയ്യാവുന്ന വസ്തുവാണോ, സിദ്ദിഖ് സേട്ടുവിന് ഇത് ചെയ്യാനുള്ള അധികാരമുണ്ടോ, അതൊക്കെ വേറെ കാര്യമാണ്. അതൊക്കെ നിയമപരമായിട്ടുള്ള തർക്കമാണ്. അതൊന്നും ഇവിടെ വിഷയമല്ല. അതൊക്കെ കഴിഞ്ഞുപോയ കാര്യങ്ങളാണ്. വസ്തു ഫറൂഖ് കോളേജിന്റെ ആണ് എന്ന് പറവൂർ കോടതിയും ഹൈക്കോടതിയും കണ്ടെത്തിയതാണ്. യാതൊരു സംശയവും ഫറൂഖ് കോളേജിന്റെ വസ്തുവാണ്. ഫറൂഖ് കോളേജിന് ക്രയവിക്രയ സ്വാതന്ത്ര്യമുള്ള വസ്തുവാണ്. എന്ന് വെച്ചാൽ വിൽക്കാനും വാങ്ങാനും അധികാരമുണ്ട്. രണ്ടിനും അധികാരമുണ്ട്. അതിപ്പോൾ സേട്ടുവിൻ്റെ ആധാരപ്രകാരം തന്നെ അതുണ്ട്, ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരവുമുണ്ട്. അതിൻ്റെ അർത്ഥം ഫറൂഖ് കോളേജിന് ഈ വസ്തു സ്വന്തമായിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ പാട്ടത്തിന് കൊടുക്കാം, അതല്ലെങ്കിൽ വിൽക്കാം. എന്ത് ചെയ്യാനും അവർക്ക് അധികാരമുണ്ട്, അവകാശമുണ്ട്. ഫറൂഖ് കോളേജ് വസ്തു വിറ്റു. വാങ്ങിയ ആളുകളുടെ കയ്യിൽ ആധാരമുണ്ട്, തീരാധാരമുണ്ട്. കേരള ഗവൺമെൻറ് രജിസ്റ്റർ ഓഫീസ് വഴിക്ക് തീരാധാരം ചെയ്ത് കൊടുത്ത വസ്തുവാണ്. അതിൻ്റെ കരം കേരള ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട്, സ്വീകരിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. ഈ വസ്തു വാങ്ങിയ ആളുകൾ, ഫറൂഖ് കോളേജിൽ നിന്ന് വാങ്ങിയ കുറേ ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടാവും. അവരവരുടെ മക്കൾക്ക് വിധിച്ചു കൊടുത്തിട്ടുണ്ടാവും. ചിലരൊക്കെ വിറ്റിട്ടുണ്ടാവും. വാങ്ങിയ ആളുകൾ വേറെ ആളുകൾക്ക് വിറ്റിട്ടുണ്ടാവും. ഇതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്, സ്വാഭാവികമായിട്ട് നടന്നിട്ടുമുണ്ട്. ആർക്കും ഇതിലൊന്നും ഒരു തർക്കവുമില്ല. അങ്ങനെ ഇരിക്കവേ ഒരു ദിവസം മൊയ്തു അഹമ്മദ് നിസാർ എന്ന് പറഞ്ഞ റിട്ടയർ ചെയ്ത ഒരു ജില്ലാ ജഡ്ജി ഈ ബന്ധപ്പെട്ട ആളുകൾക്ക് ആർക്കും നോട്ടീസ് കൊടുക്കാതെ പഴയ കടലാസുകൾ മാത്രം നോക്കി, ഫറൂഖ് കോളേജും നാട്ടുകാരും തമ്മിൽ നടന്ന കേസിന്റെ രേഖകൾ പരിശോധിക്കാതെ, ഹൈക്കോടതി വിധി പരിശോധിക്കാതെ, ഫറൂഖ് കോളേജ് നാട്ടുകാർക്ക് തീരാധാരം ചെയ്തു കൊടുത്ത രേഖ നോക്കാതെ, വില്ലേജ് ഓഫീസിലെ രജിസ്റ്റർ പരിശോധിക്കാതെ, ആരുടെ പേരിലാണ് വസ്തു കിടക്കുന്നത് അറിയാതെ ഈ വസ്തുക്കൾ വീണ്ടെടുക്കണം എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. അതാണ് ഇതിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു വസ്തുത. മനസ്സിലായില്ലേ? ഇത് റിട്ടയർ ചെയ്ത് ജില്ലാ ജഡ്ജി എഴുതിയ റിപ്പോർട്ടാണെന്ന് ആലോചിക്കണം. മുനിസിപ്പൽ കോടതിയിലെ ആമീൻ എഴുതില്ല ഇങ്ങനത്തെ റിപ്പോർട്ട്. മുനിസിപ്പൽ കോടതിയിലെ ശിപായി ഇങ്ങനത്തെ റിപ്പോർട്ട് എഴുതിയില്ല. ഇതൊക്കെ പോട്ടെ, ഇത് കഴിഞ്ഞ് ഈ മാന്യൻ ടെലിവിഷൻ ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് വഖഫ് സ്വത്താണ്, അന്യാധീനപ്പെട്ടു, ഇത് വീണ്ടെടുക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ കരണക്കുറ്റിക്കിട്ട് അടിക്കാൻ ആളില്ലാത്തതുകൊണ്ടാണ് കൂടുതൽ.